അപ്പോൾ നിങ്ങൾക്കറിയാം പാൻ ടിൽറ്റ് ഫീച്ചറുള്ള ക്യാമറകൾക്കാണ് കൂടുതൽ ഡിമാൻഡ്, അതായത് റൊട്ടേഷൻ ഫീച്ചറുള്ള ക്യാമറകൾ. അപ്പോൾ ആ കാറ്റഗറിയിൽ ഇക്വേഷൻ EZVIZ ബ്രാൻഡിൽ 2 പുതിയ ക്യാമറകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരെണ്ണം H8 Pro എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്, അത് 3K റെസൊല്യൂഷൻ തരുന്ന ക്യാമറയാണ്. മറ്റൊന്ന് H8C എന്ന് പറഞ്ഞ ക്യാമറയാണ്, അത് ഫുൾ HD റെസൊല്യൂഷൻ തരുന്ന ക്യാമറയാണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ക്യാമറ നമുക്ക് കേരളത്തിൽ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ക്യാമറയും ഇക്വേഷൻ്റെ EZVIZ ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ, ഈ ആഴ്ച തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുവെ നിങ്ങൾക്കറിയാം, ഔട്ട്ഡോർ ക്യാമറകളായിട്ടുള്ള C3N ആണെങ്കിലും C8C ആണെങ്കിലും 1 വേ ഓഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുമെങ്കിലും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന 2 ക്യാമറകളിലും നമുക്ക് 2 വേ ഓഡിയോ ഫീച്ചർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതുപോലെ ഈ 2 ക്യാമറകളും നിങ്ങൾക്ക് 512 GB SD കാർഡ്, ക്ലാസ് 10 SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറകളാണ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് NVR DVR ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് റെക്കോർഡ് ചെയ്യിപ്പിക്കാവുന്ന ഫീച്ചറും ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, EZVIZ നേരത്തെ തന്നെ C3N ആണെങ്കിലും C8C ആണെങ്കിലും എല്ലാം ക്ലൗഡ് ഫീച്ചർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ക്ലൗഡ് ഫീച്ചറും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ 2 ക്യാമറകളുടെയും നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ കളറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു സ്മാർട്ട് ഫീച്ചർ എന്നുള്ളൊരു ഫീച്ചറും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ കളർ മോഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് 20 മീറ്റർ ആണ് നൈറ്റ് വിഷൻ വരുന്നതെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 മീറ്റർ വരെ നമുക്ക് നൈറ്റ് വിഷൻ ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ 2 ക്യാമറകളും പാൻ ടിൽറ്റ് ക്യാമറകളാണ്. പാൻ ടിൽറ്റ് സൂം അല്ല, PTZ അല്ല, PT, പാൻ ടിൽറ്റ് വൈഫൈ ക്യാമറ. അപ്പോൾ ഈ ക്യാമറകളെ നമുക്ക് 350 ഡിഗ്രി ഹൊറിസോണ്ടലായിട്ടും 80 ഡിഗ്രി വെർട്ടിക്കലായിട്ടും നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. EZVIZ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ക്യാമറകളും നമുക്കറിയാം AI ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്യാമറകളും AI ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹ്യൂമൻ വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ ഈ ക്യാമറകളിൽ വരുന്നുണ്ട്. ക്യാമറയ്ക്ക് ഹ്യൂമൻസിനെയും വെഹിക്കിൾസിനെയും അതുപോലെ മറ്റുള്ള വസ്തുക്കളൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന C8C ആണെങ്കിലും C3N ആണെങ്കിലും ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് ലൈറ്റ്, അതായത് ഒരു പ്രോബ് ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ 2 ഫ്ലാഷ് ലൈറ്റുകൾ നമ്മുടെ ആ ക്യാമറയിൽ ഉൾപ്പെടുത്തിയത് ഈ ക്യാമറയിൽ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് സൈറൻ ആണ്. അപ്പോൾ ഈ ക്യാമറയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈറൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ പഴയ റൊട്ടേഷൻ ക്യാമറയായുള്ള C8C ക്യാമറ, പഴയെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും അവൈലബിൾ ആണ്. ആ ഒരു ക്യാമറ നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഗേറ്റിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഗേറ്റിൽ നിന്ന് ഒരാൾ കയറി വരുന്നു, നമ്മൾ അതിനകത്ത് മോഷൻ ട്രാക്കിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾ ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് ക്യാമറ ഓട്ടോമാറ്റിക് അയാളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അത് C8C ക്യാമറയുടെ ഒരു ഫീച്ചറായിരുന്നു. അയാളങ്ങ് നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ തിരിച്ച് ആ ഒരു ഗേറ്റിലേക്ക് ഓട്ടോമാറ്റിക് ഫോക്കസ് ചെയ്യില്ല, തിരിച്ചു വന്നിരിക്കില്ല. കാരണം അയാൾ പോയ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി ക്യാമറ അവിടെ പോയി അങ്ങ് നിൽക്കും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഒരു ഡ്രോബാക്ക് ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന H8 Proയിലും H8Cയിലും ഈ ഒരു ഫീച്ചറിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 12 പ്രീ ഡിഫൈൻസ് പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് സിറ്റ് ഔട്ട്, ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക് ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രീ ഡിഫൈൻഡ് പോയിന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ H8 Proയിലും H8Cയിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ 1 വേ ഓഡിയോ ആയിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലോട്ടൊരു കൊറിയറുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളോടൊന്ന് സംസാരിക്കണം, നമ്മൾ വീട്ടിലില്ല, മോഷൻ ഡിറ്റക്ഷൻ കിട്ടി, നമുക്ക് ആളവിടെ വന്നു എന്ന് മനസ്സിലായി, പക്ഷെ അയാളോട് നമുക്ക് ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ക്യാമറയാണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ, ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വന്നു, നമ്മളവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിലൂടെ തന്നെ അയാളോട് നമുക്ക് പറയാം ഞാനിവിടെ ഇല്ല. അപ്പോൾ ക്യാമറയ്ക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്കറും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മൈക്കും അവൈലബിൾ ആണ്. അതായത് ഒരു 2 വേ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഒരു ക്യാമറയിൽ പോസിബിൾ ആണ്. അത് മാത്രമല്ല, ഔട്ട്ഡോർ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെതർ പ്രൂഫ് IP67 സ്റ്റാൻഡേർഡിലാണ് ഈ 2 ക്യാമറകളും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 2 ക്യാമറകളുടെയും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചറെങ്കിൽ, H8 Pro എന്ന് പറയുമ്പോൾ, അതായത് പ്രോ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആണല്ലോ, അപ്പോൾ അതിന് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലായിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് H8 Pro എന്ന് പറയുന്ന ക്യാമറ 3K റെസൊല്യൂഷൻ തരുന്ന ക്യാമറയാണ്. പൊതുവേ നമുക്കറിയാം, ഇതുപോലെയുള്ള വൈഫൈ ക്യാമറകൾ മറ്റുള്ള ബ്രാൻഡുകളുടെ വൈഫൈ ക്യാമറകളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ
ഹിക്യൂഷൻ്റെ EZVIZ ബ്രാൻഡിൽ വരുന്ന ക്യാമറകൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയിൽ കുറച്ചും കൂടെ കൂടിയൊരു ക്ലാരിറ്റി നമുക്ക് എന്താണെങ്കിലും ഒരു 3K റെസൊല്യൂഷൻ തരും എന്നുള്ള കാര്യത്തിന് അത് യാതൊരു സംശയവുമില്ല. അവരുടെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തതിനനുസരിച്ച് വണ്ടിയുടെയൊക്കെ നമ്പർ പ്ലേറ്റ് കാണുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇതൊരു നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയൊന്നും അല്ല. നമ്മളിപ്പോൾ വഴിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നമ്പർ പ്ലേറ്റ് ഒന്നും ചിലപ്പോൾ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ അതിനെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നുമില്ല. ഇതിൽ നമ്പർ പ്ലേറ്റ് കാണുന്നു എന്ന് അവർ പറയണതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ആകാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ H8 Proയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്നെ അതിശയിപ്പിച്ച ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേവിംഗ് ഹാൻഡ് റെക്കഗ്നേഷൻ ആൻഡ് കൺട്രോൾ ആണ്. വേവിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് വീശി കാണിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു, ആ കൊച്ചിന് നമ്മളുമായിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ കൊച്ച് നമ്മളെ ഫോൺ എടുത്ത് കോൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആ ക്യാമറയുടെ നേരെ ജസ്റ്റ് കൈ ഒന്ന് വീശി കാണിച്ചാൽ മതി. ആ പേരൻറ്റിന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് തന്നെ കോൾ പോയിട്ടുണ്ടാകും. കാരണം പേരൻറ്റിൻ്റെ ഫോണിലാണല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ആപ്പിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കുട്ടിക്ക് അവിടെ നിന്നിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. കുട്ടിക്ക് അപ്പുറം നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല, പക്ഷേ പേരൻറ്റിന് കുട്ടിയെ കണ്ടുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഒരു ഫീച്ചർ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കൈ വീശി കാണിക്കുമ്പോൾ ഒരു കോൾ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-way ഓഡിയോ കമ്മ്യൂണിക്കേഷൻ പോകുകയെന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ H8 Proയിൽ വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് സൂം ആൻഡ് ഫോളോ. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാമറ, അതായത് CHCക്കകത്ത് ജസ്റ്റ് ഫോളോ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ എന്താണ് ചെയ്യണത് നമുക്കൊന്ന് അടുത്ത് കാണണം നമുക്ക് തോന്നിയില്ലേ. നമ്മൾ പലപ്പോഴും അയാൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളായിട്ട് മാനുവലി ഒന്ന് സൂം ചെയ്യണ്ടേ. അപ്പോൾ ഇത് നമ്മളങ്ങനെ മാനുവലി നമ്മളായിട്ട് സൂം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ക്യാമറ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, സൂം ചെയ്തോളും. അപ്പോൾ ആളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ 4x ഓട്ടോമാറ്റിക് സൂം ചെയ്യുന്ന ഒരു ഫീച്ചറും കൂടെ H8 Proയിൽ വരുന്നുണ്ട്. ഇനി ഫൈനലി ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ H8 Proയും H8Cയും തമ്മിൽ വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എങ്കിലും H8C എന്ന് പറയുന്നത് ഏകദേശം 5,900+ GST ആ ഒരു റേഞ്ചാണ് വരുന്നത്. H8 Pro ആണെന്നുണ്ടെങ്കിൽ 6,800, അതായത് 6,800+ ടാക്സ് ആയിരിക്കും വരുന്നതെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും മാറ്റങ്ങൾ പ്രൈസിലുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇതുവരെ വന്നിട്ടില്ല. എന്താണെങ്കിലും ഈ ഒരു ക്യാമറ വരുമ്പോൾ വളരെ ലിമിറ്റഡ് നമ്പർ മാത്രമായിരിക്കും ആദ്യം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through.